ഇപ്പോൾ റെയിൽവേ യാത്രക്കാരുടെ സംഘടന ഫ്രണ്ട്സ് ഓൺ റെയിൽസിൻ്റെ പ്രതിനിധി ശ്രീ ലിയോൺസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ലിയോൺസ്, കേരളത്തിന് എന്നും കേരളത്തോട് റെയിൽവേ വിഷയത്തിൽ ഒരു ചിറ്റമ്മ നയമാണ് കേന്ദ്ര സർക്കാർ. അത് കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ഇത് നമ്മുടെ എന്നത്തെയും വലിയ ആക്ഷേപമാണ്. ഏറ്റവും മികച്ച വരുമാനം നേടിക്കൊടുക്കുന്ന കേരള മേഖലയ്ക്ക് എന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായ ചരിത്രമാണ്. ഈ അനുഭവത്തിനിടയിലാണ് വീണ്ടും പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. മുമ്പും എതിർത്തിട്ടുള്ളതാണ്. റെയിൽവേ സോണെന്ന് നമ്മുടെ വലിയ ആവശ്യങ്ങൾ ഒരു വശത്ത് പരിഗണിക്കപ്പെടാതെ കിടക്കുമ്പോഴാണ് ഈ ഒരു നീക്കം ഉണ്ടാവുന്നത്. എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ? കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയുടെ അവസാനത്തെ ഉദാഹരണമാണിത്. കേരളം ഇന്ത്യയിലല്ലേ നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെടുന്ന പ്രത്യേക റെയിൽവേ സോൺ ഈ ഒരു സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും വലിയ അടിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ നിരാശാജനകമാണത്. കാരണം ഈ ഒരു തീരുമാനം നമ്മളെ ചരക്ക് നീക്കത്തെ ബാധിക്കും. നമ്മൾ പ്രത്യേകം ട്രെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ തന്നെ നമ്മൾ ക്രിസ്മസ് സീസണിൽ നമുക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ സ്പെഷ്യൽ ട്രെയിൻ വന്നിരുന്നു. പക്ഷെ മലബാർ മേഖലയിലേക്ക് നമുക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരുന്നില്ല. വളരെ കുറവ്, വളരെ അധികം ബുദ്ധിമുട്ടാണ് യാത്ര അനുഭവിക്കുന്നത്. അപ്പൊ അത് യാത്രക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവും. അത് നമ്മുടെ സാമ്പത്തിക അടിത്തറയിൽ തന്നെ വരുമാന സ്രോതസ്സാണ്. നമുക്ക് പാലക്കാട് ഡിവിഷൻ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് നമുക്ക് ഈ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഈ ഒരു വിഭജനത്തിലൂടെ നമുക്ക് ചരക്ക് നീക്കം കുറയും, ടിക്കറ്റ് വരുമാനം കുറയും. അതുപോലെ എല്ലാ തരത്തിലും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എംപിമാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ്. അവരുമായിട്ട് ചർച്ച പോലും നടത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് എത്രയും വേഗം തിരുത്തണമെന്നാണ് യാത്രക്കാരുടെ സംഘടന എന്ന രീതിയിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന് ആവശ്യപ്പെടാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ലിയോൺസ്, ഈ പലപ്പോഴും റെയിൽവേയുടെ പദ്ധതികളും പുതിയ ട്രെയിനുകളും മറ്റും അനുവദിക്കുന്നത് അവിടുത്തെ സാമ്പത്തികമായ കണക്കുകൾ പരിശോധിച്ചു കൂടിയാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ റവന്യൂവിൽ വലിയൊരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ഇത്തരം കാരണം കൂടി കണ്ടെത്താനുള്ള അവസരം തുറന്നു കൊടുക്കൽ കൂടി ഇതുണ്ടാകുന്നു. ഫലത്തിൽ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ തിരിച്ചടിക്ക് സാധ്യത ഉണ്ടാക്കും ഇതല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാര്യം നമുക്ക് സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുന്ന ഒരു തീരുമാനമാണ്. കാര്യം ചരക്ക് നീക്കം ഇല്ലാതാണ്. ഇതിപ്പോ അവര് തീരുമാനം കർണാടക അവര് തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരും. നമുക്ക് ഇതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും എല്ലാവർക്കും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. റെയിൽവേ യാത്രക്കാരുടെ സംഘടനയും റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ആശങ്കപ്പെടുന്ന സാഹചര്യവും അതുതന്നെയായിരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എന്തായാലും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ആലത്തൂർ MP കത്തയച്ചിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ്റെ കത്തയച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ MPമാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ഒരു ഇടപെടൽ കൂടിയാണ് ആവശ്യമായി വരുന്നത്. കാരണം നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു സാഹചര്യം ഇതുണ്ടാക്കുമെന്ന ആശങ്ക കൂടിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച തീരുമാനം പിൻവലിക്കണം. ഈ ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കണം. എന്തുകൊണ്ട് ഈ തീരുമാനം എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് നമുക്ക് ഉയർത്തേണ്ടി വരും. യെസ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.